Welcome to the new video of Engineering Geology. ഇപ്പോൾ സബ്സർഫസ് വാട്ടർ എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്കത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, സബ്സർഫസ് വാട്ടർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സബ്സർഫസ് വാട്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, so choosing the method or combination of method to use depends on the type of engineering works. അതായത് നമ്മൾ എൻജിനീയറിംഗ് വർക്ക് ഏതാണ്, അതുപോലെ സൈറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ വാട്ടർ കൺട്രോൾ ചെയ്യേണ്ട പേർപ്പസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. അതായത് ഏത് കൺട്രോൾ മെഷറാണ് നമ്മൾ എടുക്കുന്നത്, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വർക്ക് എന്ത് വർക്കാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, അതുപോലെ സൈറ്റ് കണ്ടീഷൻസ്, കൺട്രോളിങ് പേർപ്പസ്, വാട്ടർ കൺട്രോൾ ചെയ്യേണ്ട പേർപ്പസ് എന്താണ്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, സോ കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? കൺട്രോൾ മെഷേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് മെയിൻലി 4 എണ്ണം പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ബാരിയേഴ്സ് ആണ്. ബാരിയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? വെലോസിറ്റി, അതായത് സബ്സർഫസിൻ്റെ വെലോസിറ്റിയും അതുപോലെ ക്വാളിറ്റിയും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ലൈനേഴ്സ് എന്ന് പറഞ്ഞാൽ സബ്സർഫസ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലൈനേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡീവാട്ടറിങ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്ത് കൺസ്ട്രക്ഷനാണ് നടക്കുന്നത് അവിടെ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വെൽസ് എന്ന് പറയുന്നത്. ഡ്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിൻ്റെ അടുത്തുള്ള വാട്ടർ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രെയിൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ബാരിയേഴ്സ് ആണ്. ബാരിയേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ദർ ഓഫൺ പാർട്ട് ഓഫ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ earthen dams may incorporate a cut-off wall or grout curtain in their foundation to reduce the amount and speed of water flowing under the structure. എന്താ earthen dams എടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? കട്ട് ഓഫ് വാൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രൗട്ട് കേർട്ടൻസ് ഉണ്ടായിരിക്കും. എവിടെയാണ്? ഫൗണ്ടേഷൻസിൽ കട്ട് ഓഫ് വാൾ അല്ലെങ്കിൽ ഗ്രൗട്ട് കേർട്ടൻസ് ഉണ്ടായിരിക്കും. വാട്ടറിൻ്റെ സ്പീഡും അതുപോലെ എമൗണ്ടും അതുപോലെ സ്പീഡും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് കൊടുക്കുന്നത്. ഓക്കെ, സോ ദ ടൈപ്പ് ഓഫ് barrier to use at a site is directed as much by subsurface condition as by the type of structure involved. അപ്പോൾ ഏത് സ്ട്രക്ചറാണ് എന്നുള്ളത് അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബാരിയറാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഇംപെർവിയസ് കട്ട് ഓഫ് ട്രെഞ്ച്, അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സെൻറ്ററിൽ കാണുന്ന, ഓക്കെ, അതാണ് എന്താ കട്ട് ഓഫ് ട്രെഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ബാരിയറായിട്ട് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതായിട്ട് ഇൻക്ലൂഡ് ബോർഡ് പൈൽ, അതുപോലെ സ്ലറി വാൾ, കീഡ് റാം പൈൽ, അതുപോലെ ഷീറ്റ് പൈലിംഗ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇഞ്ചക്ഷൻ വാൾസ് അല്ലെങ്കിൽ ഗ്രൗട്ട് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കേർട്ടൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. സോ അതിൻ്റെ അകത്ത് ബാരിയേഴ്സിൻ്റെ അകത്ത് ആദ്യം വരുന്നത് എന്താണ്? ബോർഡ് പൈൽസ് ആണ്. ബോർഡ് പൈൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സീരീസ് ഓഫ് ഓവർലാപ്പിംഗ് ലാർജ് ബോർഹോൾസിനെയാണ് നമ്മൾ ബോർഡ് പൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ലാർജ് ബോർഹോൾസ് ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ബോർ പൈൽസ് എന്ന് പറയുന്നത്. റോട്ടറി ഡ്രില്ലിംഗ് എക്യുപ്മെൻറ്റ്, സോയിൽ മിക്സർ ഓർ ലൈൻ ഷാഫ്റ്റ് എക്സ്കവേറ്റേഴ്സ് മേ ബി യൂസ്ഡ് ഫോർ ഡിഗ്ഗിങ് ബോർസ്. ഡിഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് പറയുന്നത് റോട്ടറി ഡ്രില്ലിംഗ് എക്യുപ്മെൻറ്റ്. അതുപോലെ സോയിൽ മിക്സർ അല്ലെങ്കിൽ ലൈൻ ഷാഫ്റ്റ് എക്സ്കവേറ്റേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോർസ് ഡിഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബോർസ് ഹോൾസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, the boreholes are backfilled with a cement grout or concrete before the next hole in the row is drilled. എന്ന് വെച്ചാൽ എന്താണ്? നെക്സ്റ്റ് ഹോള് ഡ്രില്ല് ചെയ്യുന്നതിന് മുന്നേ ആ റോയിലെ
പ്രീവിയസ് ഹോളിൽ എന്ത് ചെയ്യും, സിമെൻറ്റ് ഗ്രൗട്ട് അല്ലെങ്കിൽ അവിടെ കോൺക്രീറ്റ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഓരോ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കാണുന്ന എന്താണ്, സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ ഡ്രില്ലിംഗ് ആണ്. ഡ്രില്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റേജ് കണ്ടല്ലോ, ഇതാണ് ഡ്രില്ലിംഗ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അതായത് എന്താ, റൗണ്ടായിട്ട് ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് താഴോട്ട് ഡ്രില്ല് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ ഡ്രില്ല് ചെയ്ത് അങ്ങനെ താഴെ വരെ എത്തി. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്, അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ നമ്മളവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു. അടുത്ത സ്റ്റേജിൽ എന്താണ്, റീഇൻഫോഴ്സ്മെൻറ്റിലോട്ട് എന്ത് ചെയ്യുന്നു, കോൺക്രീറ്റ് അല്ലെങ്കിൽ എന്താ ഗ്രൗട്ട് അവിടെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനിഷ്ഡ് പൈലാണ്. ഓക്കെ, സ്റ്റേജ് 4 എന്ന് പറയുന്നത് ഫിനിഷ്ഡ് പൈലാണ്. ഇങ്ങനെയാണ് എന്താ പ്രോസസ്സ്, ഇങ്ങനെയാണ് വരുന്നത്. Depending on the cement and aggregate used, nearly complete sealing can be achieved. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റോ, യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച് അതിൻ്റെ കംപ്ലീഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് സീലിംഗ് നമുക്ക് കിട്ടും. ഡെപ്ത് ഓഫ് സെവറൽ ടെൻസ് ഓഫ് മീറ്റേഴ്സ് ക്യാൻ ബി റീച്ച്ഡ് ബൈ ദിസ് മെത്തേഡ്. ഓക്കെ, സെവറൽ ഡെപ്ത് വരെ നമുക്ക്, അതായത് ഒരു സെവറൽ ഡെപ്ത് വരെ നമുക്ക് ഡിഗ് ചെയ്ത് എടുക്കാൻ പറ്റും. In principle, the technique can be applied to many types of soil and rock, but the cost increases with the hardness of the material. നമ്മൾ ഏത് സോയിലാണ് അല്ലെങ്കിൽ ഏത് റോക്കിലാണ് നമ്മളിവിടെ എന്താ ഡിഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോൾസ് ഉണ്ടാക്കുന്നത് ഏത് സോയിലിൽ അല്ലെങ്കിൽ ഏത് മെറ്റീരിയലിലാണ് എന്നതിനെ അനുസരിച്ചായിരിക്കും അതിൻ്റെ എന്താ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് എക്സ്പെൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാർഡ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, the technique can also be combined with that of slurry wall. ഓക്കെ, സ്ലറി വോളിൽ നമുക്ക് കമ്പൈൻ ചെയ്തും ടെക്നിക്ക് ചെയ്യാം. നേരത്തെ കാണിച്ച സെയിം ആണ്. ആദ്യം കേസിംഗ് ഇൻസ്റ്റലേഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് ആണ്. ഓക്കെ, തേർഡ് ഫേസ് ആണ് എന്താണ്, ഇൻസ്റ്റാളിങ് റീഇൻഫോഴ്സ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് പോർ ചെയ്യും. അതിൻ്റെ എക്സാക്ട്ലി കേസിങ്. ഓക്കെ, കേസിങ് എക്സ്ട്രാക്ട് ചെയ്ത് അവിടെ കറക്റ്റ് ബോർ ഹോൾസ് ആയി വരും. ഓക്കെ, സെക്കൻഡ് ബാരിയർ എന്ന് പറയുന്നത് എന്താണ്, സ്ലറി വാളാണ് അല്ലേ. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ എക്സ്കവേറ്റിംഗ് എ വെർട്ടിക്കൽ ട്രെഞ്ച് അറൗണ്ട് വേസ്റ്റ് ഏരിയ ടു എ ഡെപ്ത് ദാറ്റ് ഈസ് അറ്റ് ഓർ ബിലോ ദി ബോട്ടം എലിവേഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് സോയിൽ ഓർ വേസ്റ്റ് മെറ്റീരിയൽ. കണ്ടാമിനേറ്റഡ് സോയിൽ അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയലിൻ്റെ ബോട്ടം പോർഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വെർട്ടിക്കൽ ട്രെഞ്ച് അവിടെ എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സ്ലറി വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്രെഞ്ച് സ്റ്റെബിലിറ്റി ഈസ് മെയിൻറ്റെയിൻ ബൈ പ്ലേസിങ് ലിക്വിഡ് സ്ലറി ഓഫ് ബെൻറ്റനൈറ്റ് ആൻഡ് വാട്ടർ ഇൻ ദ ട്രെഞ്ച് ആസ് എക്സ്കവേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ ട്രെഞ്ച് സ്റ്റെബിലിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ലിക്വിഡ് സ്ലറി ഓഫ് ബെൻറ്റനൈറ്റിൻ്റെ ലിക്വിഡ് സ്ലറി ആൻഡ് വാട്ടർ പ്ലേസ് ചെയ്തിട്ടാണ് സ്റ്റെബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നത്. വെൻ ദി trench reaches the proposed maximum depth, the slurry is displaced from the bottom upwards with a dense barrier material consisting of soil bentonite, cement grout, polymers, plastic concrete or other low permeability materials. Okay, അപ്പോൾ ഈ ട്രഞ്ച് എന്ത് റീച്ചസ് ദി പ്രപ്പോസ്ഡ് മാക്സിമം ഡെപ്തിൽ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, സ്ലറി അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. ഫ്രം ബോട്ടം താഴെ നിന്ന് മുകളിലോട്ട് അത് ഡിസ്പ്ലേസ് ചെയ്ത് മാറും. ഓക്കെ, using continuous trenching construction method, cavities for slurry wall can be continuously excavated with a backhoe or excavator filled with slurry and backfilled with low permeability material until the waste disposal area are completely encircled. Okay, അപ്പോൾ using continuous trenching method വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടിന്യൂസ്ലി നമുക്കിത് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഇത് എക്സ്കവേറ്റ് ചെയ്ത് ഈ സ്ലറി നമുക്ക് ഫില്ല് ചെയ്യാനും അതുപോലെ ബാക്ക് ഫിൽ ചെയ്തെടുക്കാനും പറ്റും. സ്ലറി വാൾസ് ക്യാൻ ബി എക്സ്കവേറ്റഡ് ടു ഡെപ്ത് ഓഫ് മോർ ദാൻ 30 മീറ്റർ ആയിരിക്കും സ്ലറി വാൾസ് നമുക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡെപ്ത് എന്ന് പറയുന്നത്. This technique is easiest to apply in sand and gravel
formations and to a certain extent to cozy materials such as clay. ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സാൻഡും ഗ്രേവൽ പോലുള്ള മെറ്റീരിയൽസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെന്താ ക്ലേ പോലത്തെ കോസി മെറ്റീരിയൽസിന് നമുക്കിത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ് ഇൻ ഹാർഡ് റോക്സ്. ഹാർഡ് റോക്സിലാണെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. സ്ലറി വാൾസ് മേ ഓൾസോ ബി combined with a plastic membrane to form combination wall ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് മെംബ്രെയിൻ കൊണ്ടും കമ്പൈൻ ചെയ്തിട്ടുണ്ട് സ്ലറി വാൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ സ്ലറി വാൾ പ്ലേസ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അവിടെ എക്സ്കവേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ഫിഗറാണ്. ഓക്കെ, ഇവിടെ സോയിൽ എക്സ്കവേറ്റഡ് ഫ്രം ട്രെഞ്ചിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത സോയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്ക് ഫില്ലിങ് മിക്സിങ് ഏരിയയാണ് അത്. ഓക്കെ, ഇവിടെയാണ് സോയിൽ ബെൻറ്റോനേറ്റ് ബാക്ക് ഫില്ല് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ബെൻറ്റോനേറ്റ് വാട്ടർ സ്ലറിയുടെ ലെവലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്ലറി ഫില്ല് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ കീ ഡ്രാംഡ് പൈൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ് പൈലാണ്. ഓക്കെ, ഗ്രൗണ്ടിലോട്ട് പില്ലർ ഡ്രൈവ് വെച്ച് റാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ് പൈലാണ് എന്തെന്ന് പറയുന്നത് കീ ഡ്രാംഡ് പൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഓർഡർ ടു എൻഷുർ വാട്ടർ ടൈറ്റ്നെസ് ദേ ആർ ഇൻ്റർലോക്ക്ഡ് വിത്ത് സ്ലോട്ട്സ് ആൻഡ് കീസ്. സ്ലോട്ട്സും കീസും വെച്ച് ഇൻ്റർലോക്ക് ചെയ്താണ് ഇത് വെച്ചേക്കുന്നത്. എന്തിനാണ് വാട്ടർ ടൈറ്റ്നെസ് കിട്ടാൻ വേണ്ടി. ഓക്കെ, the applicability of this technique is largely restricted to unconsolidated or weakly consolidated sediment without large boulders. Large boulders ഇല്ലാത്ത അൺകൺസോളിഡേറ്റഡ് അല്ലെങ്കിൽ വീക്ക്ലി കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് അല്ലെങ്കിൽ സെഡിമെൻറ്റ്സിന് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഷീറ്റ് പൈൽസ് ആണ്. ഷീറ്റ് പൈൽസ് കൺസിസ്റ്റ് ഓഫ് വെർട്ടിക്കൽ cut-off walls constructed by driving strips of steel, precast concrete, aluminum, wood into the soil, etc. Okay, ഷീറ്റ് പൈൽ എന്തൊക്കെയാണ് ഷീറ്റ് പൈലിലുള്ളതെന്ന് പറയുന്നത്? വെർട്ടിക്കൽ കട്ട് ഓഫ് വാൾ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? സ്റ്റീൽ, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പോലുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ വാൾ എന്ന് പറയുന്നത്. പിന്നെ corrugated sheets of iron that are shaped in such a way that they interlock with sealable joints are used. Okay, അപ്പോൾ corrugated sheets യൂസ് ചെയ്യാറുണ്ട്. Interlocking sheets are assembled before installation and driven or vibrated into the ground by about a meter at a time until the desired depth is achieved. Desired depth achieve ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇൻ്റർലോക്ക് ഷീറ്റ്സിനെ അസംബിൾ ചെയ്യും. ഇൻസ്റ്റലേഷന് മുമ്പ് ഇൻ്റർലോക്കിംഗ് ഷീറ്റ്സിനെ എന്ത് ചെയ്യും? അസംബിൾ ചെയ്ത് വെക്കും. ഓക്കെ, ബിഫോർ ഇൻസ്റ്റലേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? ഡ്രൈവ് അല്ലെങ്കിൽ വൈബ്രേറ്റ് ഇൻ ടു ദ ഗ്രൗണ്ട്. ഓക്കെ, ഡിസൈഡ് ഒരു പെർട്ടിക്കുലർ ഡെപ്ത് നമുക്ക് എത്ര ആവശ്യമുണ്ടോ ആ ഡെപ്ത് അച്ചീവ് ചെയ്യുന്നത് വരെ ഇത് വൈബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ താഴോട്ട് ഡ്രിവൻ ചെയ്ത് ആ ഡെപ്ത് വരെ എത്തിക്കും. ഓക്കെ, ഷീറ്റ്സ് ആർ സീൽഡ് ബൈ ഇൻജെക്റ്റിംഗ് ഗ്രൗട്ട് ഇൻ ടു ദി ഗ്രൗണ്ട് ബിറ്റ്വീൻ ദി മെറ്റൽ ഷീറ്റ് പൈൽ. മെറ്റൽ ഷീറ്റ് പൈലിൻ്റെ ഇടയിൽ ഗ്രൗട്ട് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഗ്രൗട്ട് ഇൻജെക്റ്റ് ചെയ്ത് അവിടെ ഷീറ്റിനെ സീൽ ചെയ്യും. എന്നിട്ടായിരിക്കും ഇത് താഴോട്ട് കൊടുക്കുന്നത്. ഓക്കെ, continuous sheet piling walls can potentially be driven to depth of some 90 meter in unconsolidated deposits lacking boulder. Okay, boulder ഇല്ലാത്ത unconsolidated depositsൽ 90 meter വരെ നമുക്ക് ഇത് കൊടുക്കാം. ഷീറ്റ് പൈലിംഗ് വാൾസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഷീറ്റ് പൈലിംഗ് വാൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കണം എങ്ങനെയായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഷീറ്റ് പൈലിൻ്റെ തന്നെ വേറെ പല ഫിഗേഴ്സും ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ വാൾസ് ആണ്. ഓക്കെ, ആൻഡ് ഐ ഷേപ്ഡ് പൈൽ ഈസ് ഡ്രിവൺ ഇൻ ടു ദി ഗ്രൗണ്ട് ആൻഡ് upon extraction the remaining hollow space is backfilled with bentonite or cement bentonite slurry. ഇപ്പോൾ ഒരു ഐ ഷേപ്ഡ് പൈലാണ് എന്ത് ചെയ്യും? ഗ്രൗണ്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൗണ്ടിലോട്ട്
കൊടുക്കും. Each section overlap with the preceding one to provide good keying in and water tightness. ഓക്കെ, ഇപ്പോൾ ഓരോന്നും ഓവർലാപ്പ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. വാട്ടർ ടൈറ്റ്നസ്സും ഗുഡ് ഇത് പെർഫോമൻസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, ഓരോ സെക്ഷനും ഓവർലാപ്പ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രൗട്ട് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കർട്ടൻ. ദീസ് ആർ കൺസ്ട്രക്റ്റഡ് ബൈ പുഷിംഗ് ഹോളോ ഇഞ്ചക്ഷൻ ട്യൂബ് ഇൻ ടു ദി ഗ്രൗണ്ട് ഓർ ബൈ ഡ്രില്ലിംഗ് ഇഞ്ചക്ഷൻ ബോർഹോൾസ്. ഒന്നുകിൽ ഹോളോ ഇഞ്ചക്ഷൻ ട്യൂബ്സ് ഗ്രൗണ്ടിനകത്തോട്ട് കൊടുക്കും, അല്ലെങ്കിൽ ബോർഹോൾസിൽ എന്ത് ചെയ്യും, ഇഞ്ചക്ഷൻ ബോർഹോൾസ് ഡ്രില്ല് ചെയ്യും. ഓക്കെ, ഗ്രൗണ്ടിലോട്ട് എന്നിട്ടായിരിക്കും ഇത് കൊടുക്കുന്നത്. ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ഈസ് ഇംബെഡഡ് ബൈ ദി ഗ്രൗട്ട് ദാറ്റ് സോളിഡിഫൈസ് ഇൻ ദി ഇൻഡസ്ട്രീഷ്യൽ പോർ സ്പേസ്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഗ്രൗട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഗ്രൗട്ട് അവിടെ നിന്ന് സോളിഡ് ഫോമിലാവും. സോളിഡിഫൈ ചെയ്യുന്ന ഗ്രൗട്ട് കാരണം എന്ത് ചെയ്യും, ഗ്രൗണ്ട് വാട്ടറിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, a variety of inorganic and organic grouts may be injected to fill the pore space of the soil. ഓക്കെ, ഇപ്പോൾ ഇനോർഗാനിക് ഗ്രൗട്ട് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഓർഗാനിക് ഗ്രൗട്ട്സ് നമ്മൾ പോർ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ഗ്രൗട്ടിങ് കൊടുക്കുന്നത്. ഓക്കെ, grouted or injected cut-off trenches. സോ ഫില്ല് ചെയ്യുന്നു, അതായത് ഒരു ഹോൾ ബോർ ചെയ്യുന്നു, അതിൻ്റെ അകത്തോട്ട് ഗ്രൗട്ട് കൊടുക്കുന്നു, ഗ്രൗട്ട് കൊണ്ട് അത് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ കൊടുക്കുന്ന ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലൈനേഴ്സ് എന്താണെന്ന് നോക്കാം. ലൈനേഴ്സ് ആർ യൂസ് ടു പ്രിവെൻറ്റ് സീപ്പേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലൈനേഴ്സ് യൂസ് ചെയ്യുന്നത്. ദിസ് മേ ഇൻവോൾവ് പ്രിവെൻറ്റിംഗ് ലോസ് ഓഫ് വാട്ടർ റിറ്റെയിൻഡ് ഇൻ എ കനാൽ or impoundment or keeping water out of an area such as a waste disposal site to prevent migration of contaminants. ഒക്കെ വേസ്റ്റ് പ്രിസർവ് അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഏരിയ ആണെങ്കിൽ അവിടെ നിന്ന് കണ്ടാമിനേഷൻസ് മൈഗ്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ലൈനിങ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആ സ്ഥലത്ത്. ഓക്കെ, bentonite and related clay are often favored as liners to prevent water from reaching isolated waste. ഓക്കെ, ഈ ഐസൊലേറ്റഡ് വേസ്റ്റ് നിന്ന് വാട്ടർ പുറത്തോട്ട് അല്ലെങ്കിൽ ഈ ഐസൊലേറ്റഡ് വേസ്റ്റ് അവിടെ നിന്നുള്ള വാട്ടർ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ബെൻറ്റനൈറ്റ് അല്ലെങ്കിൽ റിലേറ്റഡ് ക്ലേസ് ആയിരിക്കും ലൈനേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബെൻറ്റനൈറ്റ് എന്ന് പറയുന്നത്. ബെൻറ്റനൈറ്റിൻ്റെ ഫിഗറാണ് കാണിക്കുന്നത്. It is used in conjunction with surface water control and caps and protects groundwater from leachate resulting landfill containing hazardous material. ഓക്കെ, അപ്പോൾ ലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ലീച്ചേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ലാൻഡ് ഫിൽസിൽ എന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നിന്ന് വരുന്ന ഒരു ഫ്ലൂയിഡാണ്. ഓക്കെ, അത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റിയൊക്കെ നശിപ്പിക്കും. അങ്ങനത്തെ ഒരു കണ്ടാമിനേറ്റഡ് ഫ്ലൂയിഡാണ്. ഓക്കെ, ഒരു ഹസാഡിയസ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡാണ്. അതാണ് ലീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പുറത്തോട്ട് വരാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈനിങ് കൊടുക്കുന്നതുകൊണ്ട് സാധിക്കും. ദ ടൈപ്പ് ഓഫ് ലൈനർ യൂസ് ഡിപ്പെൻഡ് ഓൺ ദി ടൈപ്പ് ഓഫ് സോയിൽ ആൻഡ് കണ്ടാമിനൻസ് ദാറ്റ് ആർ പ്രസൻറ്റ്. ഓക്കെ, അവിടെ ആ സ്ഥലത്തുള്ള കണ്ടാമിനൻസും സോയിലിൻ്റെ ടൈപ്പിനെയും ബേസ് ചെയ്തായിരിക്കും ഏത് ലൈനർ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. Some liner and cover system contain a single compacted soil liner, but others may contain 2 or more compacted soil liner. Okay, ചിലതിന് സിംഗിൾ കോമ്പാക്റ്റഡ് സോയിൽ ലൈനർ ആയിരിക്കും, ചിലതിന് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊരു കോമ്പാക്റ്റഡ് സോയിൽ ലൈനർ ആയിരിക്കും കാണുന്നത്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ലൈനർ കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് മനസ്സിലായി കാണും. സിംഗിൾ ലെയർ കോമ്പോസിറ്റ് ലൈനർ സിസ്റ്റമാണ്. ഓക്കെ, നമ്മൾ വേസ്റ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ താഴോട്ട് അതിൻ്റെ താഴോട്ട് നമ്മൾ എന്ത് ചെയ്യും, ലൈനർ കൊടുക്കും. അതിൻ്റെ സർഫസിൽ. ഓക്കെ, ഗ്രൗണ്ടിൻ്റെ സർഫസിലായിരിക്കും കൊടുക്കുന്നത്.
ഡബിൾ കോമ്പോസിറ്റ് ലൈനറിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, കണ്ടോ, ഇങ്ങനെയായിരിക്കും ലൈനർ കൊടുക്കുമ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ പുറത്തോട്ടായിരിക്കും ഇതിൻ്റെ പുറത്തൂടെയാണ് വേസ്റ്റോ അല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ അതിലോട്ട് വരുന്നത്. ഓക്കെ, സെയിം ലൈനറിൻ്റെ തന്നെ ഒരു കുറച്ചുകൂടെ ബിഗർ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വെല്ലാണല്ലേ. നമ്മൾ ബാരിയേഴ്സിനെ പറ്റിയും അതുപോലെ ലൈനേഴ്സിനെ പറ്റിയും പഠിച്ചു. ഇനി എന്താണ് വെൽസ് ആണ്. ഓക്കെ, വെൽസ് യൂസ് ചെയ്യുന്നത് ഡീവാട്ടർ ചെയ്യാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ ഡീവാട്ടർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോമൺ ടൈപ്പ് ഓഫ് വെൽസ് എന്ന് പറയുന്നത് സമ്പ്, വെൽ പോയിൻറ്റ്, പമ്പിംഗ് വെൽ, റിലീഫ് വെൽ, പിന്നെന്താ ഹൊറിസോണ്ടൽ വെൽ, ഇതൊക്കെയാണ്. Sums എന്ന് പറഞ്ഞാൽ a sump is merely a collection trench or hole deeper than the area being protected from surface water. Okay, sump is merely a collection trench അല്ലെങ്കിൽ ഒരു ഹോൾ. അതായത് നമ്മൾ സബ്സർഫസ് വാട്ടറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഏരിയനേക്കാളും കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഒരു ട്രെഞ്ച് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഹോളാണ് സമ്പ് എന്ന് പറയുന്നത്. ആസ് എ വാട്ടർ കളക്ട്സ് ഇറ്റ് ഈസ് പംപ്ഡ് അവേ ഫ്രം ദി ഏരിയ. വാട്ടർ കളക്ട് ചെയ്യുന്തോറും അത് ആ സ്ഥലത്ത് നിന്ന് പമ്പ് അവേ ചെയ്യുകയാണ്. എഫക്റ്റീവ്ലി ഡ്രോയിങ് ഡൗൺ ദി വാട്ടർ ടേബിൾ. അപ്പോൾ എഫക്റ്റീവ്ലി വാട്ടർ ടേബിൾ ഡ്രോ ഡൗൺ ചെയ്യും. ഓക്കെ, ഇതാണ് സമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും സമ്പിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, കുറച്ച് മനസ്സിലായി കാണും കുറച്ചുകൂടെ എങ്ങനെയാണെന്ന്. സമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് താഴോട്ട് കുറച്ചുകൂടി ഡെപ്തുള്ള ഒരു സംഭവമാണ്. ഇതൊരു സ്മോൾ സമ്പിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. സെയിം പിന്നെയും അതിൻ്റെ ഫിഗർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വെൽ പോയിൻറ്റ്സ് ആണ്. ഓക്കെ, വെൽ പോയിൻറ്റ്സ് അക്കംപ്ലിഷ് ദ സെയിം പേർപ്പസ് ബൈ ബീങ് ഡ്രിൽഡ് ടു എ ഷാലോ ഡെപ്ത് ആൻഡ് അറ്റാച്ച്ഡ് ടു എ സക്ഷൻ പമ്പ് ടു ഡ്രോ ഔട്ട് ദി വാട്ടർ. വെൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷാലോ ഡെപ്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഷാലോ ആയിരിക്കും. ഒരു സെക്ഷൻ പമ്പ് വഴി എന്ത് ചെയ്യും, വാട്ടർ ഡ്രോ ഔട്ട് ചെയ്തുകൊണ്ട് ഇരിക്കും. A well point is 5 to 7.5 cm diameter metal or plastic pipe 60 cm to 120 cm long which is perforated and covered with a screen. ഒരു സ്ക്രീൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഡയമീറ്റർ എന്ന് പറയുന്നത് 5 to 7.5 സെൻറ്റിമീറ്ററും ലെങ്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ടു 120 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഡീവാട്ടർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കപ്ലിംഗ് കാണും, സ്ക്രീൻ കാണും, സ്ക്രീൻ സിലിണ്ടർ, സെൻറ്റർ ട്യൂബ്, റിംഗ് ബോൾ, അതുപോലെ ബോൾ സീറ്റ്, ബോൾ വാൾട്ട്, റീറ്റെയിനർ ബാസ്ക്കറ്റ്, ജെറ്റിംഗ് ടിപ്പ്, ഇതൊക്കെ അവിടെ കാണും. ഓക്കെ, ഡീവാട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മൾട്ടിപ്പിൾ ക്ലോസ്ലി സ്പേസ്ഡ് വെൽ കണക്റ്റഡ് ബൈ പൈപ്സ് ടു എ സ്ട്രോങ് പമ്പ്. ഓക്കെ, ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ വെൽസ് എന്ത് ചെയ്യും, വെൽസ് ഒരു സ്ട്രോങ് പമ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. മൾട്ടിപ്പിൾ ലൈൻസ് ഓർ സ്റ്റേജസ് ഓഫ് വെൽ പോയിൻറ്റ്സ് ആർ റിക്വയർഡ് ഫോർ എക്സ്കവേഷൻ മോർ ദാൻ 5 meter ബിലോ ദി ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ 5 meter താഴെയാണെങ്കിൽ അല്ലെങ്കിൽ 5 meter കൂടുതൽ ഡെപ്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൂടുതൽ വെൽ പോയിൻറ്റ്സ് നമുക്ക് ആവശ്യം വരും. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് വെൽ പോയിൻറ്റ്സ് റിക്വയർഡ് എക്സ്കവേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റേജസ് ക്യാൻ വേരി ബട്ട് മോർ ദാൻ 3 stages ഓഫ് വെൽ പോയിൻറ്റ് ഡോണ്ട് സീം പ്രാക്ടിക്കൽ. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റേജസ് വേരി ചെയ്യാം, പക്ഷെ മൂന്ന് സ്റ്റേജ് ഓഫ് വെൽ പോയിൻറ്റ് കൂടുതൽ പ്രാക്ടിക്കൽ ആവില്ല.
More the number of stage, more is the excavation width required. Okay, number of stage കൂടുന്തോറും എക്സ്കവേഷൻ്റെ വിഡ്ത്തും അവിടെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, സ്റ്റേജസിൻ്റെ ഓരോ സ്റ്റേജായിട്ടുള്ള ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഒറിജിനൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ടാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് 3 സ്റ്റേജ് വെൽ പോയിന്റ് ഇൻസ്റ്റലേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, pumping wells. Pumping wells are necessary to achieve dewatering to a great depth owing to the limits of suction pump used with well points. Okay, dewater ചെയ്യാൻ വേണ്ടി ഒരു നല്ല ഗ്രേറ്റർ ഡെപ്തിലോട്ട് dewater ചെയ്യാൻ വേണ്ടി നമ്മൾ പമ്പിംഗ് വെൽസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പമ്പിംഗ് വെൽ ആർ ഡ്രിൽഡ് ആൻഡ് equipped in a manner nearly identical to a well being developed as a വാട്ടർ സോഴ്സ്. ഈ പമ്പിംഗ് വെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, സെയിം ഐഡൻറ്റിക്കൽ മാനറിൽ സാധാരണ വെല്ല് നമ്മൾ ചെയ്യുന്ന അതുപോലെ തന്നെയാണ് പമ്പിംഗ് വെല്ല് നമ്മൾ ഡ്രിൽ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ പമ്പിംഗ് വെല്ല് ഡിഗ് ചെയ്ത സ്ഥലമാണ്. ഓക്കെ, പമ്പിംഗ് വെല്ല് ഡ്രിൽ ചെയ്ത സ്ഥലമാണ്. പമ്പിംഗ് വെല്ലിന് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ ടേബിളിനെ ഡ്രോ ഡൗൺ ചെയ്യാനും പറ്റും. ഓക്കെ, പമ്പിംഗ് വെല്ലിൽ എവിടെയാണ്, വാട്ടർ ടേബിളിൽ കൂടിയാണ് താഴോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, വാട്ടർ ടേബിൾ അവിടെ താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, റിലീഫ് വെൽ. റിലീഫ് വെൽസ് ആർ എംപ്ലോയ്ഡ് ടു ഡിക്രീസ് വാട്ടർ ഇൻ എ കൺഫൈൻഡ് അക്വിഫയർ. കൺഫൈൻഡ് അക്വിഫയറിൽ എന്ത് ചെയ്യാം, വാട്ടർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റിലീഫ് വെൽസ് യൂസ് ചെയ്യുന്നത്. ദ ആർട്ടിഷ്യൻ പ്രഷർ ഫോഴ്സ് ദ വാട്ടർ upward through the relief well. Okay, the artesian pressure forces the water, artesian pressure force വാട്ടറിനെ എന്ത് ചെയ്യുക, റിലീഫ് വെല്ലിൽ കൂടെ മുകളിലോട്ട് പുഷ് ചെയ്യും. The relief well is in essence a vertical interceptor drain. റിലീഫ് വെൽ എന്ന് പറഞ്ഞൊരു vertical interceptor drain ആണ്. Okay, it is often used for dewatering during construction and to relieve uplift pressure on foundation. നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് ഡിവാട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. എന്തിനാണ്, ഫൗണ്ടേഷനിലുള്ള അപ്ലിഫ്റ്റ് പ്രഷർ എന്ത് ചെയ്യും, റിലീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഹൊറിസോണ്ടൽ വെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണത്, അവിടെ വാട്ടർ എന്ന് പറയുന്നത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് വെൽസ് ആർ എഫക്റ്റീവ് ഇൻ മെയിൻറ്റെയിനിങ് കട്ട് സ്ലോപ്പ് സ്റ്റെബിലിറ്റി ആൻഡ് ഇൻ സ്റ്റെബിലൈസിങ് ലാൻഡ്സ്ലൈഡ്സ് സ്റ്റെബിലൈസ് ചെയ്യാനും കട്ട് സ്റ്റോപ്പ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും എഫക്റ്റീവാണ്. ദ ജിയോളജി ആൻഡ് ടോപ്പോഗ്രഫി ഓഫ് എ ലൊക്കേഷൻ വിൽ ഡിക്റ്റേറ്റ് ദി മോസ്റ്റ് ഡിസൈറബിൾ ലൊക്കേഷൻ ടു ഇൻ്റർസെപ്റ്റ് ദി സബ്സർഫസ് വാട്ടർ ബിഫോർ ഇറ്റ് റീച്ച് ആൻ ഏരിയ ഓഫ് പോസിബിൾ ഇൻസ്റ്റാളബിലിറ്റി. ഓക്കെ, അപ്പോൾ ദ ജിയോളജി ആൻഡ് ടോപ്പോഗ്രഫി of a location will dictate the most desirable location to intercept the subsurface water before it reaches the area. ആ ഏരിയയിൽ റീച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താ, ജിയോളജിയും ടോപ്പോഗ്രഫി ഓഫ് ലൊക്കേഷനും നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് തരും എന്താണ് മോസ്റ്റ് ഡിസൈറബിൾ ലൊക്കേഷൻ ഏതാണെന്ന്. ഓക്കെ, attention should be paid to lateral as well as vertical changes in lithology when analyzing a സൈറ്റ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ലിത്തോളജിയിൽ സംഭവിക്കുന്ന വെർട്ടിക്കൽ ചേഞ്ചസിന് നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം. ബൈ നോയിങ് ദീസ് ഫാക്ടേഴ്സ്, സ്പേസിംഗ് ഓഫ് വെൽസ് ആൻഡ് ദെയർ ലെങ്ത് ക്യാൻ അച്ചീവ് എ ബെറ്റർ റിസൾട്ട് ദാൻ ഈക്വൽ സ്പേസിംഗ് ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് ലെങ്ത്. ഓക്കെ, നമുക്ക് അറിഞ്ഞ ഈ ഫാക്ടേഴ്സൊക്കെ നമുക്ക് അറിഞ്ഞാൽ നമുക്ക് സ്പേസിങ് കാര്യങ്ങളൊക്കെ ലെങ്ത്തും സ്പേസിങ്ങിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഹൊറിസോണ്ടൽ വെൽ എന്ന് പറഞ്ഞാൽ. ആദ്യം കാണിച്ചിട്ടുള്ളത് നോർമൽ വെല്ലാണ്. ഓക്കെ, അത് മുകളിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടാണ് വരുന്നത്. ഹൊറിസോണ്ടൽ വെല്ല് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് അവിടെ നിന്ന് സൈഡിലോട്ട് ഹൊറിസോണ്ടലായിട്ടാണ് പോകുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രെയിൻസ് ആണ് അല്ലേ. ഡ്രെയിൻസ് എന്ന് വെച്ചാൽ എന്താ, റെഡ്യൂസസ് ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഡയറക്റ്റ് ഇറ്റ്സ് മൂവ്മെൻറ്റ്. വാട്ടർ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഡയറക്ഷൻ മാറ്റിവിടാനും അതുപോലെ ഡയറക്ഷനെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഡ്രെയിൻസ് യൂസ് ചെയ്യുന്നത്. എ
effective drains depends on the relative permeability of the drain material and the surrounding materials. Surrounding materialസിൻ്റെയും അതുപോലെ ഡ്രെയിൻ മെറ്റീരിയൽസിൻ്റെയും എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഡ്രെയിനിൻ്റെ എഫക്റ്റീവ്നെസ് ഇരിക്കുന്നത്. ബിസൈഡ്സ് ദ സെലക്ഷൻ ഓഫ് ദി ഡ്രെയിൻ മെറ്റീരിയൽ മസ്റ്റ് ബി such that it must retain the migration of the fine particle from the സറൗണ്ടിങ്ങിൽ നിന്ന് ഫൈൻ പാർട്ടിക്കിൾസ് ഡിസ്പ്ലേസ് ചെയ്യാതെ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാതെ നോക്കേണ്ടത് ഡ്രെയിൻസിൽ കൂടെ ഉള്ളതാണ്. ഓക്കെ, അതവിടെ റീറ്റെയിൻ ചെയ്യണം. ഓക്കെ, മൈഗ്രേറ്റ് ചെയ്യാതെ മെറ്റീരിയൽസ് എല്ലാം അവിടെ റീറ്റെയിൻ ചെയ്യണം. Such type of drains are used for structure where the subsurface water has to be drained out from the likely affected area and the uplift water pressure developed by the subsurface water has to be checked. Okay, അപ്പം such type of drains ഈ ടൈപ്പിലുള്ള ഡ്രെയിൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സബ്സർഫസ് വാട്ടർ ഹാസ് ടു ബി ഡ്രെയിൻഡ് ഔട്ട്. ആ ഏരിയയിൽ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ സബ്സർഫസ് വാട്ടർ നമുക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്യണം. ആൻഡ് ദി അപ്ലിഫ്റ്റ് വാട്ടർ പ്രഷർ ഡെവലപ്പ് ബൈ ദി അതുപോലെ നമ്മൾ അവിടെ ഉണ്ടാകുന്ന അപ്ലിഫ്റ്റ് വാട്ടർ പ്രഷർ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന The relative sizing of drain material is critical to proper operation. പ്രോപ്പർ ഓപ്പറേഷന് നമ്മളെ ഡ്രെയിൻ മെറ്റീരിയൽസിൻ്റെ റിലേറ്റീവ് സൈസും അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇറ്റ് മസ്റ്റ് ഹാവ് എ സഫിഷ്യൻ്റ്ലി ഗ്രേറ്റർ പെർമിയബിലിറ്റി ദാൻ ദി സോയിൽ. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് ഇൻ ഓർഡർ ടു ഇൻ്റർസെപ്റ്റ് ദി സബ്സർഫസ് ഫ്ലോ. ഓക്കെ, അതിന് എന്ത് വേണം? സഫിഷ്യൻ്റ്ലി ഗ്രേറ്റർ പെർമിയബിലിറ്റി ദാൻ ദി സോയിൽ. നമ്മുടെ സോയിലിനേക്കാളും ഗ്രേറ്റർ പെർമിയബിലിറ്റി ഡ്രെയിൻസിന് വേണം. At the same time, it must not permit excessive passage of the small particle in the adjacent material. Adjacent material small particles permit ചെയ്യില്ല. ഓക്കെ, അതിൻ്റെ പാസേജ് അവിടെ പെർമിറ്റ് ചെയ്യില്ല. To avoid piping of soil or clogging to drain. ഓക്കെ, ക്ലോഗിങ്ങോ അല്ലെങ്കിൽ സോയിൽ പൈപ്പിങ്ങോ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. Drains are basically either blankets or ഇൻ്റർസെപ്റ്റർ ടൈപ്പ്. ഓക്കെ, ഡ്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റർ ടൈപ്പ് ആയിരിക്കും. ബ്ലാങ്കറ്റ് ഡ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ് ഡ്രെയിൻസ് ആർ എ നാരോ ലെയർ ഓഫ് ഡ്രെയിനേജ് മെറ്റീരിയൽ പ്ലേസ് ബിറ്റ്വീൻ ദ സോഴ്സ് ഓഫ് സബ്സർഫസ് ഫ്ലോ ആൻഡ് ദി ഏരിയ ഓഫ് സ്ട്രക്ചർ ബീയിങ് പ്രൊട്ടക്റ്റഡ്. ബ്ലാങ്കറ്റ് ഡ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നാരോ ലെയർ ഓഫ് ഡ്രെയിനേജ് ആണ്. ഓക്കെ, മെറ്റീരിയൽ പ്ലേസ് ബിറ്റ്വീൻ ദി സോഴ്സ് ഓഫ് സബ്സർഫസ് ഫ്ലോ ആൻഡ് ദി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഏരിയയുടെയും അതുപോലെ സബ്സർഫസ് ഫ്ലോ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ബ്ലാങ്കറ്റ് ഡ്രെയിൻസ് എന്ന് പറയുന്നത്. ഇൻ്റർസെപ്റ്റർ ഡ്രെയിൻസ് എന്ന് പറഞ്ഞാൽ സം ടൈപ്പ് ഓഫ് എക്സ്കവേറ്റഡ് ഫിൽസ് വിത്ത് ഡ്രെയിനേജ് മെറ്റീരിയൽ പ്ലേസ് ടു ക്യാച്ച് ആൻഡ് റീഡയറക്റ്റ് ദി ഫ്ലോ ഓഫ് സബ്സർഫസ് വാട്ടർ. ഓക്കെ, അത് കൺസേൺഡ് ഏരിയയിൽ എത്തുന്നതിന് മുമ്പ് ക്യാച്ച് ചെയ്ത് അതിനെ റീഡയറക്റ്റ് ചെയ്യണം. അങ്ങനത്തെ ആ ടൈപ്പിലുള്ള ഡ്രെയിനാണ് ഇൻ്റർസെപ്റ്റർ ഡ്രെയിൻസ് എന്ന് പറയുന്നത്. The effectiveness of a blanket drain depends on its ability to carry away water from the site. സൈറ്റിൽ നിന്ന് വാട്ടർ ക്യാരി അവേ ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി അനുസരിച്ചിരിക്കും ബ്ലാങ്കറ്റ് ഡ്രെയിൻസിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡ്രെയിൻസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻ്റർസെപ്റ്റഡ് ഡ്രെയിൻസിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു റെയിൽവേ ട്രാക്കാണ്. ഓക്കെ, അതിൻ്റെ സൈഡിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ഇൻ്റർസെപ്റ്റഡ് ഡ്രെയിൻസ് ആണ്. ഡ്രെയിനിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ഡ്രെയിൻസ് കൊടുക്കുന്നത്. സോ ഇവിടെ ഇൻ്റർസെപ്റ്റഡ് ട്രെഞ്ചും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ ഡ്രെയിൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, സബ്സർഫസ് ഡ്രെയിൻസ്. Subsurface drains are drains installed below the surface to collect water from the substructure or intercept groundwater moving towards the substructure. സബ്സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രൗണ്ടിൻ്റെ താഴെയുള്ള അടിയിലുള്ള സ്ട്രക്ചറാണ് സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സബ്സർഫസ് ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂഷ്വലി ദീസ് ഡ്രെയിൻസ് ആർ ഐസൊലേറ്റഡ് ഫ്രം സർഫസ് വാട്ടർ in order to keep their size as small as possible
ആൻഡ് ടു മിനിമൈസ് ദി കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും അതുപോലെ അതിൻ്റെ സൈസ് സ്മോളായിട്ട് കീപ്പ് ചെയ്യാനും വേണ്ടിയാണ് എന്താണ് സബ്സർഫസ് വാട്ടർ ന്യൂട്രിയൻസ് ഐസൊലേറ്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ. However, in special cases, the subsurface drains may be designed to capture both surface and subsurface water. ചില സമയത്ത് എന്താ സബ്സർഫസ് ഡ്രെയിൻ ഡിസൈൻ ചെയ്യുന്നത് സബ്സർഫസ് വാട്ടറും അതുപോലെ സർഫസ് വാട്ടറും ഒരുമിച്ച് ക്യാപ്ചർ ചെയ്യാനും ആയിരിക്കും. ഓക്കെ.